നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിയ ഇരട്ടക്കൊലക്കേസ് ലോക്കൽ പോലീസ് കണ്ടെത്തിയ ആയുധങ്ങളുടെ വിദഗ്ധ പരിശോധന ഹോസ്ദുർഗ് കോടതിയിൽ നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച മുതൽ ഏപ്രിൽ 4 വരെ നാമനിർദ്ദേശ പത്രിക നൽകാം. രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. മഞ്ചേശ്വരം ദേശീയപാതയിൽ മീൻ ലോറി ഇടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. തമിഴ്നാട്ടിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്ന ആയിഷയാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. കുട്ടിമനസ്സുകളെ ഊർജ്ജസ്വലമാക്കാൻ ഖുർആൻ പാരായണവും പിന്നെ തേന്മഴയായി പെയ്തിറങ്ങുന്ന ഖവാലി സംഗീതവും. ഉപ്പള അൽ ഖുദ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടികൾക്ക് പുത്തൻ പാഠം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ മോഹൻകുമാർ കാസർഗോഡ് PWD റെസ്റ്റ് ഹൌസിൽ സിറ്റിംഗ് നടത്തി. ജില്ലയിൽ നിന്നും വിവിധ വിഭാഗങ്ങളിലായി ലഭിച്ച പരാതികൾ പരിഗണിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ആശാ ഫെസ്റ്റ് 2019 സംഘടിപ്പിച്ചു. ഫെസ്റ്റിന്റെ ഭാഗമായി അവാർഡ് വിതരണം, ആരോഗ്യ നാടക മത്സരം തുടങ്ങി നിരവധി പരിപാടികൾ നടന്നു. കളർ ചാച്ചാജി ബഡ് സ്പെഷ്യൽ സ്കൂളിലെ കുട നിർമ്മാണ പരിശീലനം ശ്രദ്ധേയമാകുന്നു. കുട്ടികൾ നിർമ്മിച്ചത് 50ഓളം കുടകൾ. വാർത്തകൾ വിശദമായി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ലോക്കൽ പോലീസ് കണ്ടെത്തിയ ആയുധങ്ങളുടെ വിദഗ്ധ പരിശോധന നടന്നു. പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഹോസ്ദുർഗ് കോടതിയിലെത്തിയാണ് ആയുധങ്ങൾ പരിശോധിച്ചത്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ മുഖ്യപ്രതി പീതാംബരനും കൂട്ടാളികളും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോക്കൽ പോലീസ് കണ്ടെത്തിയ 3 വാളുകളും 4 ഇരുമ്പ് ദണ്ടുകളുമാണ് ഫോറൻസിക് സർജൻ അടച്ചിട്ട കോടതി മുറിയിൽ പരിശോധിച്ചത്. ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ശരീരത്തിലേറ്റ മുറിവുകൾ കണ്ടെത്തിയ ആയുധങ്ങൾ കൊണ്ടുണ്ടായതാണോ എന്ന കാര്യമാണ് മുഖ്യമായും പരിശോധിച്ചത്. ആയുധങ്ങൾ പരിശോധിക്കുവാൻ അനുമതി ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം നേരത്തെ കോടതിയിൽ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ തന്നെ പരിശോധനയ്ക്കായി എത്തിയത്. അതേസമയം പ്രതിഭാഗം അഭിഭാഷകന്റെ എതിർപ്പിനെ തുടർന്ന് ആയുധങ്ങൾ വിശദമായ പരിശോധന നടത്താനായില്ല. മൊത്തം ഇതുവരെ സീസ് ചെയ്ത ഈ 6ഓളം ആർട്ടിക്കിൾസിൽ 6ഉം 2 പിടിയും എന്നൊരു ചെറിയ ഒരു കമ്പ് കഷ്ണമുണ്ട്. ഇത്ര സാധനങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ പരിശോധിക്കണം, ഫോറൻസിക് വിദഗ്ധനെ കൊണ്ടുവന്ന് കോടതിയിൽ വെച്ച് പരിശോധിക്കണമെന്നായിരുന്നു കോടതിയിൽ സമർപ്പിച്ച ആവശ്യം. ആ ആവശ്യത്തെ പ്രതിഭാഗം ഈ ഒരു ഘട്ടത്തിൽ അത് നടത്തുന്നതിനെ സംബന്ധിച്ച് നമുക്ക് അന്വേഷണം പ്രതികൾക്ക് എതിരാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മളതിനെ ആപ്ലിക്കേഷനെ എതിർത്തു. ആ എതിർത്തതിൻ്റെ ഭാഗമായി അവരുടെ പരിശോധിക്കണമെന്നുള്ള ആവശ്യം വെട്ടിച്ചുരുക്കുകയും സാധനങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി, ജസ്റ്റ് ഷോ ആൻഡ് വ്യൂ ദ ഐറ്റംസ് എന്നാണ് പറഞ്ഞത്. അതുപ്രകാരം സാധനങ്ങളിൽ നിന്ന് നോക്കിക്കണ്ട് പോയി. വിശദമായ ഒരു പരിശോധന നടത്താൻ ഈ അവസരത്തിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ സാധിക്കാതെ വന്ന ഒരു അവസരങ്ങളുണ്ട്. കേസിൽ കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ മുന്നോടിയായാണ് ആയുധങ്ങൾ പരിശോധിച്ചത്. ഹോസ്ദുർഗ് കോടതിയിൽ നടന്ന പരിശോധനയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് DYSP അടക്കമുള്ളവരും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച മുതൽ ഏപ്രിൽ 4 വരെ നാമനിർദ്ദേശ പത്രിക നൽകാം. രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. പത്രികകൾ ജില്ലാ വരണാധികാരിക്കോ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പ്രത്യേക ചുമതല നൽകിയിട്ടുള്ള അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കോ സമർപ്പിക്കാം. ഒരു സ്ഥാനാർത്ഥിക്ക് 4 സെറ്റ് പത്രികകൾ വരെ നൽകാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനെത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ 3 വാഹനങ്ങൾക്ക് മാത്രമാണ് കളക്ട്രേറ്റ് കോമ്പൗണ്ടിൽ പ്രവേശനം അനുവദിക്കുക. പത്രികാ സമർപ്പണ വേളയിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെ 5 പേർ മാത്രമേ വരണാധികാരിയുടെ ഓഫീസിൽ പ്രവേശിക്കാവൂ. സ്ഥാനാർത്ഥികൾ പ്രധാന കവാടത്തിലൂടെ വേണം സിവിൽ സ്റ്റേഷനിലെത്തുവാൻ. സ്ഥാനാർത്ഥികൾ ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവ സംബന്ധിച്ച് സത്യവാങ്മൂലം ഫോമിൽ രേഖപ്പെടുത്തി നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകണം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5 പിൻവലിക്കുവാനുള്ള തീയതി ഏപ്രിൽ 8 70 ലക്ഷം രൂപയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥാനാർത്ഥിക്കും ചെലവഴിക്കാവുന്ന പരമാവധി തുക. നാമനിർദ്ദേശ പത്രികയോടൊപ്പം ജനറൽ വിഭാഗത്തിന് 25,000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 12,500 രൂപയുമാണ് സ്ഥാനാർത്ഥികൾ കെട്ടിവയ്ക്കേണ്ട തുക. വരണാധികാരിയുടെ ഓഫീസും പരിസരവും DYSP റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥരെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരം ദേശീയപാതയിൽ മീൻ ലോറി ഇടിച്ച യുവതിക്ക് ദാരുണാന്ത്യം. തമിഴ്നാട്ടിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്ന ആയിഷയാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം.
വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു മഞ്ചേശ്വരത്തെ നടുക്കിയ അപകടമുണ്ടായത്. മഞ്ചേശ്വരം ദേശീയപാതയിൽ കുഞ്ചത്തൂർ മോസ്കോ ഹാളിന് മുൻവശത്ത് നിന്നും റോഡ് മറികടക്കുവാൻ ശ്രമിക്കുകയായിരുന്ന ആയിഷയെ മംഗലാപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് വരികയായിരുന്ന മീൻ ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആയിഷയെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുമിനാടിലെ മുഹമ്മദിന്റെ മകളാണ് ആയിഷ. രാജസ്ഥാൻ സ്വദേശിയാണ് ഭർത്താവ്. 3 മക്കളുമുണ്ട്. മൃതദേഹം മംഗൽപാടി ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. പിന്നീട് പോലീസ് എത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കുട്ടിമനസ്സുകളെ ഊർജ്ജസ്വലമാക്കാൻ ഖുർആൻ പാരായണവും തേൻമഴയായി പെയ്തിറങ്ങുന്ന ഖവാലി സംഗീതവും. ഉപ്പള നയാബസാർ അൽ ഖുദ്സ് ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ആത്മീയതയുടെയും സംഗീതത്തിന്റെയും പാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുന്നത്. LKG, UKG വിദ്യാർത്ഥികൾക്ക് ഖുറാനിന്റെ 20 സൂറത്തുകളും മനഃപ്പാടമാക്കുന്നു. 8ാം തരത്തിലെത്തുമ്പോഴേക്കും ഖുറാൻ മുഴുവനും മനഃപ്പാടമാക്കുവാനുള്ള രീതിയിലുള്ള ക്ലാസുകളാണ് എടുക്കുന്നത്. മതവിദ്യാഭ്യാസത്തിന്റെ കൂടെ തന്നെ ഭൗതിക പഠനവും നൽകുന്നുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സ്കൂളിൽ 98% വിജയം. ഇവിടെ പഠനരീതി വെറും തിയറി ക്ലാസ്സിൽ ഒതുക്കുന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും നൽകുന്നുണ്ട്. ഒരു ന്യൂ ജനറേഷൻ വിദ്യാർത്ഥിക്ക് ഏത് രീതിയിലാണോ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇവിടെ നൽകുന്നത്. കുറഞ്ഞ ഫീസിൽ വിദ്യാഭ്യാസം നൽകുന്ന പ്രഥമ ഇസ്ലാമിക് സ്കൂളാണ് അൽ ഖുദ്സ് ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും ഇവിടെ പരിശീലനം നൽകുന്നു. നാത്തെ ഷെരീഫ്, കവാലി പ്രസംഗ പരിശീലനം, ഹാൻഡിക്രാഫ്റ്റ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, സമകാലിക വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഡിബേറ്റ് തുടങ്ങിയവയിലാണ് പരിശീലനം നൽകുന്നത്. സ്കൂളിൻ്റെ മെയിൻ ക്യാമ്പസിൻ്റെ ശിലാസ്ഥാപനം ഉപ്പള സോങ്കാലിൽ അടുത്ത മാസം നടക്കും. സ്കൂളിലെ ബുധനാഴ്ചത്തെ പരിപാടി അൽ ഖുദ്സ് പ്രിൻസിപ്പൽ മുജാഹിർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഇർഫാൻ അധ്യക്ഷത വഹിച്ചു. 2018-2019 വർഷത്തെ മാതൃകാ ടീച്ചറിനുള്ള അവാർഡ് നേടിയ മുജാഹിർ ഹുസൈനാവറുടെ ക്ലാസ് കുട്ടികളെ ഏറെ സ്വാധീനിച്ചു. ന്യൂസ് ഡെസ്ക് KCN. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം K. മോഹൻകുമാർ കാസർഗോഡ് PWD റെസ്റ്റ് ഹൗസിൽ സിറ്റിംഗ് നടത്തി. സിറ്റിംഗിൽ ജില്ലയിൽ നിന്നും വിവിധ വിഭാഗങ്ങളിലായി ലഭിച്ച പരാതികൾ പരിഗണിച്ചു. പരിഗണിച്ച പരാതികളിൽ നിന്നും അടിയന്തര പ്രാധാന്യമുള്ള പരാതികൾ തീർപ്പാക്കി. മറ്റ് പരാതികളിൽ ബന്ധപ്പെട്ടവരിൽ നിന്ന് റിപ്പോർട്ട് തേടുവാനും തുടർ നടപടികൾക്കുമായി കമ്മീഷൻ ഉത്തരവായി. പരാതിക്കാരിൽ നിന്ന് വ്യക്തമായ വിവരങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കാതെ റിപ്പോർട്ട് സമർപ്പിക്കരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ആശാ ഫെസ്റ്റ് 2019 സംഘടിപ്പിച്ചു. അവാർഡ് വിതരണം, ആരോഗ്യ നാടക മത്സരം തുടങ്ങി നിരവധി പരിപാടികൾ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നു. കാസർഗോഡ് ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് KK രാജാറാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ K. ജയലക്ഷ്മി മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ മുരളീധര നെല്ലൂരായ, ഡോക്ടർ മനോജ്, EC ത്രേസ്യാമ, V. രമണി, ഷൈജ ബേബി, P. ശശികാന്ത് എന്നിവർ സംസാരിച്ചു. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ആരോഗ്യരംഗം നാടക മത്സരം ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് KCN. പോയ കാലങ്ങളിലെ മലയാളികളുടെ ഇഷ്ടവാഹനമായിരുന്ന അംബാസഡർ കാറുകളെ സ്നേഹിച്ച് ഒരു കൂട്ടം കാർ ഉടമകൾ. അംബാസഡർ കാർ ഉടമകളുടെ സംഗമം കാഞ്ഞങ്ങാട്ട് നടന്നു. ഇന്ത്യൻ നിരത്തുകളിൽ ഒരു കാലത്ത് രാജാവായി അറിയപ്പെട്ടിരുന്ന അംബാസഡറിനെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഒരു കൂട്ടം വാഹനപ്രേമികളുണ്ട് ജില്ലയിൽ. അത്യാധുനിക സംവിധാനങ്ങളുമായി നിത്യേന സ്വദേശിയും വിദേശികളുമായ വിവിധ കമ്പനികളുടെ കാറുകൾ നിരത്തുകൾ കൈയടക്കുമ്പോഴും തങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായി മാറിക്കഴിഞ്ഞ അംബാസഡറിനെ കൈയൊഴിയാൻ ഇവരാരും തയ്യാറല്ല. 2014 നിർമ്മാണം നിർത്തിവെച്ച അംബാസഡർ കാറിനെ ജീവനതുല്യം സ്നേഹിക്കുന്നവരിൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരുണ്ട്. കാസർഗോഡിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ഇവരെയെല്ലാം ഒന്നിപ്പിക്കാൻ അംബാസഡർ ക്ലബ്ബ് എന്ന വാട്സാപ്പ് കൂട്ടായ്മയുമുണ്ട്.
പടന്നക്കാട് നെഹ്റു കോളേജിലെ റിട്ടയർഡ് അധ്യാപകൻ പ്രൊഫസർ യു ശശി മേനോൻ, കാഞ്ഞങ്ങാട്ടെ ക്രിയേറ്റീവ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ വെള്ളിക്കോത്തെ രാജീവനുൾപ്പെടെ നിരവധി പേർ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. പടന്നക്കാട്ടെ പ്രകാശനും, ഇരിയയിലെ രാഘവേന്ദ്രയും, ഗുരുവനത്തെ അജിത് കുമാറും, പരപ്പ കാരാട്ടെ ശിഹാബും, ഐങ്ങോത്തെ പ്രണവുമാണ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. നാട്ടുവിശേഷങ്ങൾക്കുമപ്പുറം അംബാസഡർ കാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഗ്രൂപ്പിലെ പ്രധാന ചർച്ചാ വിഷയം. കാറുടമയും മെക്കാനിക്കുമായ ചെറുവത്തൂരിലെ ഭാസ്കരനും ഗ്രൂപ്പിലെ സജീവ അംഗമാണ്. 1973 മോഡൽ അംബാസഡർ കൈവശമുള്ള അതിയാമ്പൂരിലെ അനീഷാണ് ഗ്രൂപ്പിൽ ഏറ്റവും പഴക്കമുള്ള വാഹനത്തിന്റെ ഉടമ. ഇക്കഴിഞ്ഞ ദിവസം വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുടെ സംഗമം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സ്ഥിരമായി ഉപയോഗിക്കുന്ന അംബാസഡർ കാറുമായാണ് ഇവർ എത്തിയത്. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിശാലമായ മൈതാനത്ത് കാറുകളുടെ പ്രദർശന ഓട്ടവും നടത്തി. വരും കാലങ്ങളിലും കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി ജില്ലയിലെ അംബാസഡർ കാർ ഉടമകളുടെ സംഗമം സംഘടിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. പോയ കാലങ്ങളിൽ മലയാളികളുടെ ഇഷ്ടവാഹനമായിരുന്ന അംബാസഡറിനെ കൈവിടാതെ കൊണ്ടു നടക്കുന്ന ഇവർ പുതുമുകളോടെ അംബാസഡർ വീണ്ടും വിപണിയിലെത്തുമെന്ന പ്രതീക്ഷയിലാണ്. കള്ളാർ ചാച്ചാജി ബഡ് സ്പെഷ്യൽ സ്കൂളിൽ കുട നിർമ്മാണ പരിശീലനം തുടങ്ങി. കുട്ടികൾ തന്നെ 50ഓളം കുടകൾ നിർമ്മിച്ചു കഴിഞ്ഞു. കള്ളാർ ചാച്ചാജി ബഡ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കായാണ് കുട നിർമ്മാണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. മലബാർ സോഷ്യൽ സൊസൈറ്റി അംഗങ്ങളുടെ സഹകരണത്തോടെ 10 വിദ്യാർത്ഥികൾക്കായാണ് കുട നിർമ്മാണ പരിശീലനം നടത്തുന്നത്. കുട്ടികൾ തന്നെ ഇപ്പോൾ 50ഓളം കുടകൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഒരു കുടയ്ക്ക് 270 രൂപ എന്ന നിരക്കിൽ വിൽക്കാനാണ് തീരുമാനം. 50,000 രൂപയാണ് തൊഴിൽ പരിശീലനത്തിനായി വകയിരുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഭിന്നശേഷിക്കാരായ 18 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർക്ക് ഒരു കൂട 220 രൂപയ്ക്കാണ് മെറ്റീരിയൽ കിട്ടിയിരിക്കുന്നത്. ആ കൂട ഞങ്ങൾ 270 രൂപയ്ക്ക് വിറ്റഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ കുടയിൽ നിന്നും ഞങ്ങൾക്ക് ലാഭമായി കിട്ടുന്ന ഒരു ചെറിയ തുക ഇപ്പോൾ 10 കുട്ടികളെയാണ് തുടക്കത്തിൽ പരിശീലനം നൽകിയിരിക്കുന്നത്. 10 കുട്ടികൾക്ക് ഒരു ചെറിയ തുക അവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കുടുംബശ്രീ, സന്നദ്ധ സംഘടന, രക്ഷിതാക്കൾ എന്നിവർ മുഖേന നിർമ്മാണം പൂർത്തിയായ കുടകൾ മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായി എത്തിക്കും. കുടകൾ വിറ്റു കിട്ടുന്ന തുക ബഡ് സ്കൂളിലെ കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാനാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും തീരുമാനം. അരയാലിങ്കൽ വിഷ്ണുമൂർത്തി ദേവസ്ഥാന ഒറ്റക്കോല മഹോത്സവം 30, 31 തീയതികളിലായി നടക്കും. മഹോത്സവത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അരയാലിങ്കൽ വിഷ്ണുമൂർത്തി ദേവസ്ഥാന ഒറ്റക്കോല മഹോത്സവം 30, 31 തീയതികളിൽ നടക്കും. 30-ന് രാവിലെ അരയി ഏരത്തുമുണ്ടിയ ദേവാലയത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദീപവും തിരിയും എഴുന്നള്ളത്ത് നടക്കും. രാത്രി മേലേരിക്ക് അഗ്നിപകരൽ. 9:30-ന് വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റവും നടക്കും. തുടർന്ന് പനിയൻ തെയ്യം അരങ്ങിലെത്തും. മാർച്ച് മാസം 30-31 തീയതികളിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ വർഷത്തുണ്ടാകുകയാണ്. മാർച്ച് 30 രാവിലെ അരയിച്ചി ഏരത്തുമുണ്ടിയ ദേവാലയത്തിൽ നിന്നും ക്രിസ്തുക്കളുടെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടെ കലവറ നിരക്കൽ ഘോഷയാത്ര. 31-ന് പുലർച്ചെ രക്തചാമുണ്ടി, കടവത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. ഒറ്റക്കൊല മഹോത്സവവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താസമ്മേളനത്തിൽ കെ അമ്പാടി, എ കുമാരൻ, സി കെ വത്സൻ, സി രാഘവൻ, കെ വി മോഹനൻ, ബിന്ദു മധു, ശ്രീജ പൂക്കാട്ടിൽ, പി വി രാജു എന്നിവർ സംബന്ധിച്ചു. ബി.ഡി. ലേബർ യൂണിയൻ കാഞ്ഞങ്ങാട് മേഖല കുടുംബസംഗമം നടന്നു. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ വിജയത്തിന് മുഴുവൻ ബി.ഡി. തൊഴിലാളികളും രംഗത്തിറങ്ങാൻ കുടുംബസംഗമം തീരുമാനിച്ചു. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ വിജയത്തിന് മുഴുവൻ ബി.ഡി. തൊഴിലാളികളും രംഗത്തിറങ്ങാൻ ബി.ഡി. ലേബർ യൂണിയൻ കാഞ്ഞങ്ങാട് മേഖലാ കുടുംബസംഗമം തീരുമാനിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TV അമ്പാടി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കണക്ക് കഴിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നോട്ട് നിരോധനത്തിന്റെ ഭാഗമായി നമ്മൾ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിച്ചു. ഒരു ബ്രാഞ്ചിൽ നിന്ന് എത്ര പേരാണ് അക്കൗണ്ട് തുടങ്ങിയത് ബാങ്കിലേക്ക്? അങ്ങനെയാണല്ലോ നമുക്ക് കണക്ക് കഴിച്ചു കൊടുക്കേണ്ട സാഹചര്യം വന്നത്. അപ്പൊ നോട്ട് നിരോധനത്തിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് ഈ തൊഴിലാളികളെ ആകെ കഷ്ടതയിലേക്ക് നയിക്കുന്ന സമീപനമാണ് വന്നിട്ടുള്ളത്. കെ മോഹനൻ അധ്യക്ഷനായ ചടങ്ങിൽ VV ഹരീന്ദ്രൻ, T കമലം, KP നാരായണൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ ഇരട്ടക്കൊലക്കേസ് ലോക്കൽ പോലീസ് കണ്ടെത്തിയ ആയുധങ്ങളുടെ വിദഗ്ധ പരിശോധന ഹോസ്ദുർഗ് കോടതിയിൽ നടന്നു.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച മുതൽ ഏപ്രിൽ 4 വരെ നാമനിർദ്ദേശ പത്രിക നൽകാം. രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. മഞ്ചേശ്വരം ദേശീയപാതയിൽ മീൻ ലോറി ഇടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. തമിഴ്നാട്ടിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്ന ആയിഷയാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. കുട്ടി മനസ്സുകളെ ഊർജ്ജസ്വലമാക്കാൻ ഖുർആൻ പാരായണവും പിന്നെ തേന്മഴയായി പെയ്തിറങ്ങുന്ന ഖവാലി സംഗീതവും. ഉപ്പള അൽ ഖുദ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടികൾക്ക് പുത്തൻ പാഠം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ മോഹൻകുമാർ കാസർഗോഡ് PWD റെസ്റ്റ് ഹൌസിൽ സിറ്റിംഗ് നടത്തി. ജില്ലയിൽ നിന്നും വിവിധ വിഭാഗങ്ങളിലായി ലഭിച്ച പരാതികൾ പരിഗണിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ആശാ ഫെസ്റ്റ് 2019 സംഘടിപ്പിച്ചു. ഫെസ്റ്റിന്റെ ഭാഗമായി അവാർഡ് വിതരണം, ആരോഗ്യ നാടക മത്സരം തുടങ്ങി നിരവധി പരിപാടികൾ നടന്നു. കളർ ചാച്ചാജി ബഡ് സ്പെഷ്യൽ സ്കൂളിലെ കുട നിർമ്മാണ പരിശീലനം ശ്രദ്ധേയമാകുന്നു. കുട്ടികൾ നിർമ്മിച്ചത് 50ഓളം കുടകൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.